അവനെ വെട്ടേക്കങ്ങുന്നേ. അവൻ ചത്തുപോകുന്നാ തോന്നുന്നത്. കാലങ്ങളായി ഞങ്ങളുടെ കുടുംബം സംരക്ഷിച്ചു വരുന്ന ഞങ്ങളുടെ പൈതൃകമാ അത്. നിന്റെ മകളുടെ പഠിപ്പുകൊണ്ട് അത് നശിക്കുമെങ്കില് ഞാൻ വെറുതെ ഇരിക്കോടി. നിന്റെ മോളും നിന്റെ ആളുകളും പഠിക്കാൻ വേണ്ടി ജനിച്ചതല്ല, എന്റെ വീട്ടിലെ പണിക്കാരായി ജനിച്ചതാ. എന്റെ കാലിലെ ചെരുപ്പ് തുടയ്ക്കാൻ വേണ്ടി മാത്രം. എന്താടി, നിനക്ക് പഠിക്കണോടി? അങ്ങുന്നേന്റെ സ്വയരൂപം ഇതാണ്. എന്റെ ചെറുപ്പം മുതൽ അങ്ങുന്ന എങ്ങനെയാണെന്ന് എനിക്കറിയാം. നിന്നെ കുറിച്ച് എല്ലാരെക്കാളും എനിക്ക് നന്നായിട്ട് അറിയാം. ഇപ്പൊ പറയൂ അങ്ങുന്നേ, ഗംഗയമ്മയുടെ വെള്ളച്ചാട്ടത്തിൽ ചാടിയ കൂറ്റനാടിനെ കെട്ടുവെന്ന് ഭഗവതി പറഞ്ഞതാണോ അതോ നീ പറഞ്ഞതാണോ? നീയാണ് അവന്റെ അച്ഛനെ കുത്തിക്കൊന്നതെന്ന് ഇതുവരെ ഞാൻ അവനോട് പറഞ്ഞിട്ടില്ല അങ്ങുന്നേ. എന്തിനാന്നറിയോ? ഒരു പ്രാവശ്യം എന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു വന്നവന് കാപ്പ് കൊണ്ട് അവന്റെ നെറ്റിയിലിടിച്ചു. ഒരാഴ്ച അവൻ എഴുന്നേറ്റേയില്ല. അപ്പൊ നീയാണ് അവന്റെ അച്ഛനെ കൊന്നതെന്ന് അവൻ അറിഞ്ഞാൽ അവൻ നിന്നെ എന്ത് ചെയ്യുമെന്ന് നീ തന്നെ ആലോചിച്ചോ അങ്കുന്നേ. പേടിയാവുന്നുണ്ടല്ലേ അങ്കുന്നേ? മോളെ, അവൻ പേടിച്ചെടി. പേടിയാവുന്നുണ്ടല്ലേ അങ്കുന്നേ? അവളെ ചാട്ട കൊണ്ടടിച്ച് നാട്ടിൽ നിന്ന് പുറത്താക്കടാ. എന്ത് ധൈര്യത്തിലാ നീ നാട്ടിലോട്ട് വന്നത്? നീ യജമാനെ എതിർത്ത് സംസാരിക്കാറായോ? സ്വാമി, ശിവ, ഏട്ടാ, എന്താ മോളെ പറ്റിയേ? മുത്തേ, 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 മുത്തേ. ഈ വേദനയെക്കാളും അവൻ അത്ര അഹങ്കാരത്തോടെ നമ്മുടെ കുഞ്ഞിനെ കുറിച്ച് സംസാരിച്ചതാ എന്നെ ഒരുപാട് വേദനിപ്പിച്ചത്. ഇന്ന് വരെ അങ്ങൊന്ന് നമ്മളെ പോലെയുള്ള ആൾക്കാരെ പഠിക്കാൻ അനുവദിച്ചില്ലല്ലേ? ഇപ്പൊ ഞാൻ പറയാം, നമ്മുടെ കുഞ്ഞ് ആ പള്ളിക്കൂടത്തിൽ കാല് കുത്തിയ അത് തന്നെ നമ്മുടെ വിജയമാണ് ശിവ. നീ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. നാളെ സരസ്വതിയെ പള്ളിക്കൂടത്തിലേക്ക് വിളിച്ചോണ്ട് പോണം. നിനക്ക് ഞാൻ വാക്ക് തരുമോ മുത്തേ? ആര് തടസ്സം വന്നാലും നാളെ എന്റെ മോളെ പള്ളിക്കൂടത്തിൽ കൊണ്ടുപോകും. ആരാധർക്ക് നീ നോക്കട്ടെ. ഈ നാട്ടിനകത്ത് അവ എങ്ങനെ കാല് വയ്ക്കുന്നു നോക്കട്ടെ. വരട്ടെ, നോക്കാം. അതിന് നമ്മൾ കഷ്ടപ്പെടേണ്ട കാര്യമില്ല. നാട്ടുകാർ നോക്കിക്കോളും. നിങ്ങൾ ചെല്ലാൻ
എന്റെ അച്ഛൻ എന്നെ ചുമന്ന കൊടി എന്തിനാ കെട്ടുന്നെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് എന്റെ കുഞ്ഞിന് വേണ്ടി മാത്രമല്ല. ഹാർഡ് മേക്കിനായിട്ട് വിളിച്ചാൽ മാത്രമേ നീ പേടിക്കാവുള്ളൂ. പള്ളിക്കൂടത്തിൽ പോകാനായിട്ട് എന്തിനാ പേടിക്കുന്നേ? ധൈര്യമായിട്ട് ഇറങ്ങി വാ. ആ അവന്റെ കഥ ഞാൻ തീർക്കും. നാട്ടുകാരെല്ലാവരുടെയും ദേഷ്യം ഞങ്ങൾ നാട്ടിനകത്ത് കയറിയത് കൊണ്ടല്ല, ഒരുപാട് വിശ്വാസത്തോടെ പൂജിക്കുന്ന ദേവിയുടെ വാക്കിനെ എതിർത്തുകൊണ്ടാ. അവനെ അടിച്ചു കൊല്ലാൻ പിടിക്കണം അവനെ. സരസ്വതി, നീ എവിടെ മോളെ? എവിടെ? നിന്റെ കുട്ടിയെ നീ എങ്ങനെ രക്ഷിക്കുന്നു ഞാൻ നോക്കട്ടെടാ. ഇതാ മോളെ, കുടിച്ചോ. അതിൽ കൂട്ടി വെച്ചിരിക്കാം. ചവിട്ടി തുറക്കണം. വെറുതെ വിടരുത് അവൻ. അവൻ രക്ഷപ്പെടാൻ അനുവദിക്കരുത്. തുറക്കവനെ. വാതില് വാതില്
സരസ്വതി വേദനിക്കുന്ന അച്ഛാ. ഒന്നുമില്ല മോളെ. എനിക്ക് വല്ലാതെ വേദനിക്കുന്ന ഒന്നുമില്ല. അമ്മേ.